ഈ ആർ.ജെ. അഞ്ജലി കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ പുറത്തുവിട്ടു. പ്രേക്ഷകർ ദയവായി ക്ഷമിക്കണം, ആർ.ജെ. അഞ്ജലി ഉപയോഗിച്ച ആ വീഡിയോയിലുള്ള വാക്ക് തന്നെയാണ് ഞാൻ പറയുന്നത്. കുണ്ടിക്ക് മെഹന്തി ഇടുന്നതിന് എത്രയാണ് റേറ്റാണ്? ഇതിപ്പോൾ പൊളിറ്റിക്കലി എത്ര ഇങ്ങനെ കുണ്ടി എന്നൊക്കെ ഉപയോഗിക്കുന്ന എത്ര പൊളിറ്റിക്കലി എത്ര കറക്റ്റ്നെസ് ഉണ്ടെന്നൊന്നും നമുക്കറിയില്ല. പക്ഷേ ഇപ്പോൾ ഈ വേടൻ്റെ പാട്ടിൽ മയിര് എന്നൊക്കെ പറയുന്ന ഇത്ര സാർവത്രികമായി ഉപയോഗിച്ച ഒരു പദമെന്ന നിലയ്ക്ക് ഇതും പ്രേക്ഷകർ അങ്ങ് ക്ഷമിക്കുമെന്നുള്ള ഒരു മുൻകൂർ ജാമ്യത്തോടെ ആണ് ഈ വിഷയം ചർച്ച ചെയ്യുന്നത്. കേട്ടിട്ട് എന്താ തോന്നിയത്? നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്ന രീതിയിലായിരുന്നു ആ ഒരു വീഡിയോ? ഇതിൻ്റെ ഒരു പ്രശ്നമുണ്ട്. അതായത് നമ്മൾ ഈ അഞ്ജലിയുടെ ഈ വീഡിയോയിലേക്ക് വരുന്നതിന് തൊട്ട് മുമ്പായിട്ട് നമ്മൾ വേറെ കുറച്ച് കാര്യങ്ങൾ സംസാരിക്കണം. ഈ യൂട്യൂബ് സോഷ്യൽ മീഡിയ ഫെമിലിയർ ആയപ്പോൾ പ്രാങ്ക് എന്ന് പറഞ്ഞിട്ട് കുറെ ആളുകളൊക്കെ ഈ പ്രാങ്ക് എന്ന് പറയുന്ന ആ ഒരു വീഡിയോ കാറ്റഗറി പിതൃശൂന്യതയെന്നാണ് പറയാൻ. എന്താണ് അതിന്റെ കൃത്യമായിട്ട് പ്രേമന്റെ അഭിപ്രായം? അതായത് അതിൽ ഇരയാകുന്നവരുടെ മാനസികാവസ്ഥയ്ക്ക് തീരെ പട്ടി വില കൽപ്പിക്കുന്ന പരിപാടിയാണ് ഈ പ്രാങ്ക് എന്ന് പറയുന്നത്. പ്രാങ്ക് എന്ന് പറയുന്ന പരിപാടി അത് ചെയ്യുന്ന ആളുകൾക്ക് ചിലപ്പോൾ ചില കാണുന്ന ആളുകൾക്ക് അതേ മെന്റാലിറ്റി മാനസിക രോഗമാണ് കാണുന്ന ആളുകൾക്ക് മാത്രം സൂചിക്കുന്ന ഒരു സാധനം. അതെ, അതിന് ഇരയാക്കപ്പെടുന്ന ആളുടെ മാനസികാവസ്ഥയോ അവരുടെ ഫാമിലിയെക്കുറിച്ചോ മറ്റു ആ സാഹചര്യത്തിൽ ഉൾപ്പെടുന്ന മറ്റുള്ള ആളുകളെ കുറിച്ചോ ഒന്നും യാതൊരുവിധ ചിന്തയുമില്ലാത്ത ചില സ്ഥലങ്ങളിൽ പ്രാങ്ക് കൈവിട്ടു നല്ല ചെവിക്കുറ്റി. അതെ, നമ്മുടെ ഈ സാബു ഇല്ലേ, തരികിട സാബു തുടങ്ങി വെച്ചൊരു ഏർപ്പാട്. പക്ഷെ അതൊക്കെ രസകരമായിരുന്നു. കാര്യം അത് വീഡിയോ ചിത്രീകരിച്ച് നമ്മൾ അത് മാത്രമല്ല, ആളുകളെ ഇങ്ങനെ ഒരു തമാശയ്ക്ക് മാത്രം അതിനപ്പുറം ആളുകളെ മാനസികമായി ഉപദ്രവിക്കണം തരത്തിലുള്ള ഇൻറ്റൻഷനോടുകൂടി ചെയ്യുന്നില്ല. പക്ഷേ ഇപ്പോൾ സോഷ്യൽ മീഡിയ വന്നതോടുകൂടി ആർക്കും എന്തും ചെയ്യാവുന്ന ഒരു അവസ്ഥയിലോട്ട് എത്തിയിട്ടുണ്ട് കാര്യം. അപ്പം അങ്ങനെ പ്രാങ്ക് എന്ന പേരിൽ പല ആളുകളെയും ഉപദ്രവിക്കുകയാണ് ഇവർ പലപ്പോഴും ചെയ്ത് കണ്ടിട്ടില്ല. മാനസികമായിട്ട് ഉപദ്രവിക്കുക, മാനസികമായിട്ട് അവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുക. അതാണ് ഇപ്പോൾ ഈ ആർ.ജെ. അഞ്ജലിയുടെ വിഷയത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ആർ.ജെ. അഞ്ജലിയും നിരഞ്ജന സജിത്ത് ഇവർ രണ്ടുപേരും കൂടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അതെ, നിരഞ്ജന സജിത്താണ് ഈ പറയുന്ന ആളുടെ അടുത്ത് ഈ കാര്യം ചോദിക്കുന്നത്. മെഹന്തി ഇടാൻ കൈക്ക് എത്രയാണ്, കാലിന് എത്രയാണ് എന്നൊക്കെ ചോദിച്ചിട്ടാണ് ഈ ചോദ്യം വരുന്നത്. ആർ.ജെ. അഞ്ജലിയാണ് കൃത്യമായിട്ട് അതിന് ചിരിച്ചു കളിച്ച് എല്ലാം വളരെ സന്തോഷം അതങ്ങ് ആസ്വദിക്കുകയാണ്. പ്രാങ്ക് എന്നാണ് ഇവർ പറയുന്നത്. ഞങ്ങളത് പ്രാങ്ക് ചെയ്തതാണ് എന്നുള്ളത്. നമ്മൾ ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് വശം ചിന്തിക്കണം. ഈ ഫോൺ വിളിച്ച ആള് അവരൊരു മെഹന്തി ആർട്ടിസ്റ്റാണ്, അവരുടെ തൊഴിലാണ് അവർ ചെയ്യുന്നത്. ഉറപ്പായിട്ടും. അപ്പൊ അവരുടെ മാനസികാവസ്ഥ എന്തായിരിക്കും അതിനെ കുറിച്ച് ഇവരെന്തെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? അതല്ല, അത് മാത്രമല്ല, ഇതില് ഈ കുണ്ടിക്ക് മേക്കപ്പ് ഇടാൻ എന്താണ് എത്രയാണ് റേറ്റ് എന്ന് ചോദിക്കുമ്പോൾ ആ സ്ത്രീ വല്ലാണ്ട് ക്ഷോഭിക്കുകയും പ്രതികരിക്കുകയും ചെയ്യുന്നത്. അപ്പോൾ ഈ പറയുന്ന ആർ.ജെ. അഞ്ജലിയുടെ ആ പെൺകുട്ടിയുടെയും ഒരു ചിരിയും മറിയലും ഒക്കെ കാണണം. എന്തോ വലിയ ലോക മഹാത്ഭുതം സംഭവിച്ച മട്ടാണ് അവർ പ്രതികരിക്കുന്നത്. എന്തോ ഒരു വലിയ സംഭവം അവർ ചെയ്തതുപോലെയാണ് അവർ ചിരിക്കുന്നത് മറിക്കുന്നതൊക്കെ. അല്ല, അതിനുശേഷം വീണ്ടും ഇതൊന്ന് ഉറപ്പിക്കാനായിട്ട് വീണ്ടും അവരെ വിളിക്കുന്നുണ്ട്. എന്നിട്ട് പറയാം, ആ ചേച്ചി ഫോൺ തല്ലി പൊട്ടിച്ചെന്നൊക്കെയാണ് തോന്നുന്നത്. അതും അവർക്ക് സന്തോഷമാണ്. അവരുടെ മാന്യത ഒന്ന് ചിന്തിച്ചു നോക്കണം. അതെ, ഉറപ്പായിട്ടും. ഈ മാതിരി ഊള കോളനി എടുക്കേണ്ടതില്ല എന്ന് അവർ തീരുമാനിച്ചുകൊണ്ട് അല്ലെങ്കിൽ അവർ തിരിച്ച് ഒന്നും പറയാൻ പോയില്ല. അതാണ് അവരുടെ മാന്യത എന്ന് പറയുന്നത്. ഈ പുലിവാൽ കല്യാണ സിനിമയുടെ അകത്ത് മെഹന്തി ഇടുന്ന ഒരു ചേച്ചി ഇവിടെ എവിടെ ഉണ്ടല്ലോ എന്ന് ചോദിക്കുമ്പോൾ മറ്റേ കുളപ്പുള്ളി ലീല ചീത്ത വിളിക്കുന്നൊരു അതേപോലെ ആ ചേച്ചിയും ചീത്ത വിളിച്ചിരുന്നെങ്കിൽ അത്രയെങ്കിലും നമുക്ക് പറയാമായിരുന്നു, അത്രയെങ്കിലും പറഞ്ഞ് ന്യായീകരിക്കാമായിരുന്നു. ഇത് അവർ വളരെ മാന്യമായ കോള് കട്ട് ചെയ്ത് പോയി. അതുപോലും ഇവർക്കൊരു സന്തോഷകാര്യമാണ്. അതും പറഞ്ഞ് ആനന്ദിക്കുകയാണ് ഇവർ. ഈ ആർ.ജെ. അഞ്ജലി നേരത്തെ റെഡ് എഫ്.എമ്മിന്റെ റേഡിയോ ജോക്കിയായിരുന്നു. അതെ, ആ സന്ദർഭങ്ങളിൽ ഈ റെഡ് എഫ്.എമ്മിന് ഒരു പ്രോഗ്രാം ഉണ്ട്, ഹലോ മൈ ഡിയർ റോങ് നമ്പർ എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം. ഇപ്പം എനിക്ക് പ്രേമനെ ഒന്ന് പറ്റിക്കണം എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഞാൻ ആർ.ജെ. അഞ്ജലിനെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു, ഇങ്ങനെ പ്രേമനെ ഒന്ന് വിളിച്ച് ഒന്ന് കാര്യങ്ങളൊക്കെ ഒന്ന് ആളെ ഒന്ന് സെറ്റാക്കണം, പേടിപ്പിക്കണം എന്നുള്ള രീതിയിലൊരു സാധനം കൊടുത്തു കഴിഞ്ഞാൽ അവർ പ്രേമൻ്റെ നമ്പറിലേക്ക് വിളിക്കും. ഏറ്റവും അവസാനം പ്രാങ്ക് എല്ലാം കഴിഞ്ഞതിന് ശേഷം പറയും, ഇന്ന ആളാണ് നമ്പർ തന്നത് എന്ന് പറയും. അത് തന്നെ പലപ്പോഴും പല സന്ദർഭങ്ങളിലും നല്ല തെറിവിളിയിൽ അവസാനിക്കാറുണ്ട്. ഇപ്പൊ പ്രേമനെ വിളിച്ചിട്ട് അത് അവര് മ്യൂട്ട് ചെയ്തിട്ടാണ് ടെലികാസ്റ്റ് ചെയ്യുന്നത്, അല്ലെ? ചീത്തവിളി ഉണ്ടെങ്കിൽ. പക്ഷെ ഇവിടെ എന്താ സംഭവിച്ചത്? ഇവിടെ മ്യൂട്ടോ കാര്യങ്ങളോ ഒന്നും അല്ല. ഇവർക്ക് വേണമെങ്കിൽ ആ കുണ്ടി എന്ന് പറയുന്നത് മ്യൂട്ട് ചെയ്യാറുണ്ടല്ലോ. അത് സഭ്യതയ്ക്ക് നിരക്കാത്ത വാക്കാണെന്ന് കോമഡി. ഇപ്പൊ ഞാനിത് പറയുന്നെങ്കിൽ പോലും ഞാനൊരു മുൻകൂർ ജാമ്യം എടുത്തിട്ടാണ് പറയുന്നത്. അത് സഭ്യതയ്ക്ക് നിരക്കാത്ത വാക്കാണെന്ന് അത്രയ്ക്ക് പോലും കോമൺ സെൻസ് ഇല്ലാത്ത ആളാണ് ഒരു ആർ.ജെ. ആയിട്ടൊക്കെ ജോലി ചെയ്തത്. അതാണ് പറയുന്നത്. എന്നിട്ട് ഇതെല്ലാം കഴിഞ്ഞ് ഇത് വൻ വിവാദം. അരമണിക്കൂർ കൊണ്ട് തന്നെ ഇവരുടെ കയ്യിൽ നിന്ന് പോയി സംഭവം. വിവാദമായി. ആർ.ജെ. അഞ്ജലിയുടെ പേജ് അൺഫോളോ ചെയ്യണം എന്ന ക്യാമ്പയിൻ ഉണ്ടായി. അവർക്കെതിരെ ഭയങ്കരമായിട്ട് സോഷ്യൽ മീഡിയയിൽ ആദ്യം 1-2 കമന്റുകൾ വന്നപ്പോൾ ആ കമന്റിനെ ആർ.ജെ. അഞ്ജലി ന്യായീകരിച്ചു. അതായത് ഞങ്ങൾ ചെയ്തതിൽ തെറ്റില്ല, ഞങ്ങളത് ഒരു രസത്തിന് വേണ്ടി ചെയ്താണെന്നുള്ള രീതിയിലേക്ക് ആ കമന്റ് ന്യായീകരിച്ചപ്പോൾ പിന്നീട് പിള്ളേരെടുത്ത് ഉടുക്കാൻ തുടങ്ങി. അപ്പോൾ സ്വാഭാവികമായിട്ടും അവർ എന്ത് ചെയ്തു, ആ കമന്റ് ബോക്സ് ലോക്ക് ചെയ്തു. ചില സിനിമകളിലൊക്കെ കണ്ട രംഗങ്ങൾ ഓർത്തിട്ടായിരിക്കും. ഇപ്പം മീശ മാധവനിൽ മറ്റേ
സർക്കാർ ഫയലിൽ ഞാൻ കുണ്ടി എന്ന് എങ്ങനെ എഴുതും പിള്ളേച്ചാണ് ഒടുവിൽ ഉണ്ണികൃഷ്ണൻ ചോദിക്കും. അത് സിനിമയിലെ കഥാപാത്രങ്ങൾ സംസാരിക്കും, ഇത് റിയൽ ലൈഫാണ്. അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അത് കഴിഞ്ഞിട്ട് കഴിഞ്ഞ ദിവസം ആർജെ അഞ്ജലി ഒരു ന്യായീകരണം, ഒരു മാപ്പപേക്ഷയായിട്ട് വന്നു. ആ മാപ്പപേക്ഷയിൽ പറഞ്ഞു ഞാൻ ചെയ്യാൻ പാടില്ലാത്തതാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ്, ഞങ്ങൾ അതിന് തൊട്ട് അല്ല, അതിൽ രസമുണ്ടെന്ന്. അതായത് ഇവരുടെ ഈ പ്രാങ്ക് കോളിൽ അവരവരുടെ നിലവാരം യഥാർത്ഥ നിലവാരം എന്താണെന്ന് കാണിച്ചുകൊണ്ടുള്ള വീഡിയോ ചിത്രീകരിക്കുക, അത് പുറത്തുവിടുകയും ചെയ്തു. ആ ക്ഷമ അഭ്യർത്ഥിക്കുന്ന ആ സന്ദേശത്തിൽ ആർജെ അഞ്ജലിയുടെ അതായത് അവരുടെ പ്രൊഫഷണൽ സ്റ്റാൻഡേർഡ് എന്താണ്, കറക്റ്റ് നല്ല മോഡുലേഷൻ, നല്ല സൗണ്ട് മോഡുലേഷൻ, നല്ല ഭംഗിയുള്ള മലയാളത്തിൽ അതെ പക്ക പ്രൊഫഷണൽ ആയിട്ട്. എന്തുകൊണ്ട് ഇത്രയും പ്രൊഫഷണൽ എന്ന് വേണ്ട, ഒരു സ്ത്രീയോട് സംസാരിക്കുമ്പോൾ ഈ അഞ്ജലിയുടെ സ്ഥാനത്ത് ഏതെങ്കിലും പുരുഷനാണ് സംസാരിക്കുന്നതെന്ന് വിചാരിക്കുക, കേസ് എവിടെ ചെന്ന്. അതെ, പുരുഷനോടായാലും സ്ത്രീയോടായാലും സഭ്യതയോടുകൂടെ സംസാരിക്കുക എന്നൊരു കാര്യം നമ്മൾ അല്ല, ഇത് നേരെ തിരിച്ച് ഈ മെഹന്തി ആർട്ടിസ്റ്റിനോട് ഇപ്പോൾ അഞ്ജലിയുടെ സ്ഥാനത്ത് ഏതെങ്കിലും ഒരു പുരുഷൻ, ഇപ്പൊ ഞാനോ വിജേഷോ ആരെങ്കിലും ആണ് ഇങ്ങനെ വിളിച്ച് സംസാരിക്കുന്നതെന്ന് വെക്കുക. ആ കോള് ഒറ്റ കോളിന്റെ അടിസ്ഥാനത്തിൽ കേൾക്കുന്ന ഒരാൾക്ക് അപ്പം തന്നെ ഏതെങ്കിലും പോലീസ് ഉദ്യോഗസ്ഥനോട് പറഞ്ഞാൽ സ്വമേധയാ കേസെടുക്കാവുന്ന സംഗതിയാണ്. കേസെടുക്കാനുള്ള വകുപ്പുണ്ട്. പിന്നെ നിയമ നടപടികളായിട്ട് നമ്മൾ മുന്നോട്ട് കൊണ്ടുവരും. അപ്പം ഞാൻ പറഞ്ഞിരുന്നു വെച്ച് കഴിഞ്ഞാൽ ഇവർ പറയുന്ന ന്യായീകരണം എന്താണെന്ന് അറിയോ? അതായത് ഇവർ ഈ പ്രാങ്ക് കോൾ ചെയ്യുന്നതിന് തൊട്ട് മുന്നേ ഇവർ മീശമാധവനിലെ വിഷുക്കണി കാണിക്കുന്ന സീൻ കണ്ടിരുന്നു. ആ വിഷുക്കണി കാണിക്കുന്ന സീൻ കണ്ടപ്പോഴാണ് നമുക്ക് ഇങ്ങനെ ഒരു തോട്ട് വന്നത്, നമുക്ക് ഇങ്ങനെ ഒന്ന് വിളിച്ച് ഒരാളെ പറ്റിക്കാം എന്നുള്ളത്. എന്നിട്ട് പറയാം, ഞങ്ങൾ ഈ പ്രാങ്ക് കോൾ എടുക്കുന്ന സമയത്ത്, അതായത് റെഡ് എഫ് എം എടുക്കുന്ന സമയത്ത് ഗൂഗിൾ ഫോം കൊടുത്തിട്ട് ഗൂഗിൾ ഫോം. അല്ല, ഈ മീശമാധവൻ സിനിമ റിലീസായിട്ട് ഇപ്പൊ കുറഞ്ഞതൊരു 10-15 വർഷമെങ്കിലും ആയിട്ടുണ്ട്. 15ഒന്നുമല്ല, 20-25 വർഷങ്ങൾ. അല്ല, ആ ഇത്രയും കാലങ്ങളിൽ വേറെ ആർക്കും ഇങ്ങനെ തോന്നിയില്ലല്ലോ, ഇവർക്ക് മാത്രം തോന്നാൻ എന്താ കാരണം? അത് അവരുടെ സ്വഭാവ സവിശേഷത, വേറെ എന്തായാലും പറയാനുള്ളത്. അതായത് ക്ഷണമാത്രമായ ഒരു ആനന്ദത്തിന് വേണ്ടി, അത് ഇപ്പോൾ ഒരാളെ പറ്റിക്കാനാണെങ്കിൽ ശരി വിളിച്ച് സംസാരിച്ചു, ഓക്കെ, അത് റെക്കോർഡ് ചെയ്ത് എന്തിനാണ് ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ ഇടുന്നത്? എന്ത് വൃത്തികേടും കാണിച്ച് സോഷ്യൽ മീഡിയയിൽ വൈറലാവുക, അല്ലെങ്കിൽ എന്ത് വൃത്തികേടും കാണിച്ച് സോഷ്യൽ മീഡിയയിൽ ആൾക്കാരുടെ ശ്രദ്ധ പിടിച്ചു പറ്റുക എന്ന രീതിയിൽ മുന്നോട്ട് പോകുന്ന കുറേ ആളുകളുണ്ട്. അതായത് നെഗറ്റീവ് പബ്ലിസിറ്റിയും ഒരു പബ്ലിസിറ്റിയാണ്. ഇനി വേറൊരു സംഭവം പറഞ്ഞുതരാം. ആർജെ അഞ്ജലിയുടെ ഏഷ്യാനെറ്റ് ചാനലിൽ ഒരു റിയാലിറ്റി ഷോ ഉണ്ടായിരുന്നു. ആ റിയാലിറ്റി ഷോയിൽ കണ്ടസ്റ്റന്റ് ആയിരുന്നു ആർജെ അഞ്ജലി. അന്ന് ഒരു സ്കിറ്റ്, അതിനകത്തൊരു ആർട്ടിസ്റ്റ് സ്കിറ്റ് അവതരിപ്പിച്ചപ്പോൾ എടി എന്ന് പറഞ്ഞിട്ട് ആർജെ അഞ്ജലിയെ വിളിച്ചു. എടി എന്നൊക്കെ ഇപ്പൊ നാട്ടും പുറത്ത് എല്ലാവരും അങ്ങോട്ടും വിളിക്കുന്നതല്ലേ. എടി എന്ന് വിളിച്ച് അഭിസംബോധന ചെയ്തതിന്റെ പേരിൽ ആ ഷോ മുഴുവൻ കൊളാക്കിയ ആളാണ് ആർജെ അഞ്ജലി. അന്ന് അവിടെ കിടന്ന് ഭയങ്കര ബഹളം ഉണ്ടാക്കി. എടി എന്ന് വിളിച്ചതിന് മാപ്പ് പറയണം, മാപ്പ് പറഞ്ഞാൽ മാത്രമേ ഈ ഷോ ആയിട്ട് മുന്നോട്ട് പോകാൻ പറ്റൂ. പൊളിറ്റിക്കൽ കറക്റ്റ്നസ് ഒക്കെ അറിയാം. അതാ പറഞ്ഞ ഭയങ്കര ബഹളം ഉണ്ടാക്കി. അന്ന് ധ്യാൻ ശ്രീനിവാസനും വേറെ ആരൊക്കെ ആണ് അതിന്റെ ജഡ്ജസ് ആയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അന്ന് ആ ഷോ മുഴുവൻ കൊളാക്കിയ ആളാണ്. ഇന്ന് എടി എന്ന് വിളിച്ച ഇത്രയും പ്രശ്നം ഉണ്ടാക്കിയ ആളാണ് ഇവിടെ വന്നിട്ട് ഒരു സ്ത്രീയെ, വേറൊരു സ്ത്രീയെ കുണ്ടി എന്ന് പറഞ്ഞിട്ട് അപമാനിച്ച് അവരുടെ തൊഴിലിനെ വരെ അപമാനിക്കുന്ന രീതിയിലാണ് ഇപ്പോൾ പെരുമാറിയിട്ടുള്ളത്. എന്നിട്ട് അവസാനം വന്നിട്ട് മാപ്പ് എന്ന് പറഞ്ഞിട്ട് ന്യായീകരണമായിട്ട് വന്നു കഴിഞ്ഞാൽ ആരെങ്കിലും സ്വീകരിക്കുന്ന ഒരു കാര്യമാണോ അത്? അതായത് നമുക്കിതൊരിക്കലും അംഗീകരിച്ചു കൊടുക്കാൻ ഒക്കില്ല. കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ ഒരു കുറഞ്ഞ പക്ഷം ആ സ്ത്രീയുടെ അവരിപ്പോൾ ഏതെങ്കിലും ഒരു അത്യാവശ്യത്തിന് ഏതെങ്കിലും ഒരു തൊഴിൽ ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. അവരുടെ വിലപ്പെട്ട സമയം അവർ ഈ ഒരു പ്രാങ്കിന് വേണ്ടി എടുക്കുന്നു, അവരുടെ തൊഴിലിനെ അധിക്ഷേപിക്കുന്ന തരത്തിൽ സംസാരിക്കുന്നു. ഇതെല്ലാം പോരാഞ്ഞിട്ട് ഇതെല്ലാം ചിത്രീകരിച്ചിട്ട് വീഡിയോ പുറത്തുവിടുന്നു. ഇത് മനുഷ്യത്വരഹിതമാണ് സത്യം പറഞ്ഞാൽ. ഒരു തൊഴിലിനെയും ഒരു സ്ത്രീയെയും അപമാനിക്കുകയാണ് ശരിക്കും ഇവർ ചെയ്തിട്ട്. ശരിക്കും ഇവർക്കെതിരെ നിയമ നടപടികളായിട്ട് മുന്നോട്ട് പോകണം എന്നതാണ് എൻ്റെ ഒരു അഭിപ്രായം. ഉറപ്പായിട്ടും അങ്ങനെ തന്നെ വേണം.